ഹലോ, അപ്പോൾ നമുക്കിന്നൊരു കോൺസേർട്ടിന് പോയാലോ? നമുക്ക് ഇവരുടെ പുറകെ പോവാം. ഇവരെല്ലാവരും അങ്ങോട്ടുള്ളതാണ്. ഇവിടെ കാനഡയിൽ കോൾപ്ലേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിനാണ് പോകാൻ പോകുന്നത്. റോജേഴ്സ് സ്റ്റേഡിയത്തിലാണ് നമ്മുടെ കോൺസേർട്ട് നടക്കുന്നത്. ക്രിസ് മാർട്ടിനി സ്റ്റേഡിയത്തിനെ പറ്റി പറഞ്ഞത് സ്റ്റേഡിയം ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ എന്നാണ്. ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് സാരം. സ്റ്റേഡിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവർ നമുക്ക് സൈലോ ബാൻഡ്സും മൂൺ ഗോഗിൾസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ ഉപയോഗം വഴിയെ കാണിച്ചു തരാം. ഇനി നമുക്ക് നേരെ നമ്മുടെ സീറ്റിലേക്ക് പോവാം. നമ്മൾ പൊതുവെ എർലി ബേർഡ്സ് ആയതുകൊണ്ട് 8:45 തുടങ്ങേണ്ട പരിപാടിക്ക് നമ്മൾ 7 മണിക്കേ എത്തിയിരുന്നു. പിന്നെ എവിടെ പോയാലും വീഡിയോ കോൾ ചെയ്ത് അമ്മയെന്ന് കാണിക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി കാര്യമാണ് എനിക്ക്. എന്തൊരു സമാധാനം. മുഖത്തൊരു ബൾബ് കത്തിച്ച പോലെയുണ്ട്. നമ്മുടെ കോൺസേർട്ട് സ്റ്റാർട്ട് ചെയ്യാറായി. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പം മുഖത്ത് കണ്ടത്. സൈലോ ബാൻഡും വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇനി ബാക്കി നേരിട്ട് കണ്ടോ. 3, 2, 1. നിങ്ങളിപ്പോൾ കേട്ട അലർച്ച മൊത്തം എൻ്റെ ആയിരുന്നു. വാണിംഗ് തരാൻ മറന്നുപോയി, സോറി. ഹസ്ബൻഡ് കോൺസേർട്ടിന് വിളിക്കുമ്പോൾ എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഉത്സവപ്പറമ്പിൽ കിടന്ന് തുള്ളുന്ന സുഖമൊക്കെ ഇതിൽ കിട്ടുമോ എന്നൊക്കെയായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കോൺസേർട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, രോമാഞ്ചം വരെ വന്നു. ഇതൊന്നുമല്ല, ശരിക്കുമുള്ള ആഫ്റ്റർ എഫക്റ്റ് തുടങ്ങുന്നത് പിറ്റേ ദിവസം തൊട്ടാണ്. ഇതൊക്കെ ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലെ എല്ലാ കോൾപ്ലേ വീഡിയോസിലും ഒരു ശയന പ്രദർശനവും നടത്തും. അതിനിടയ്ക്ക് മൂൺ ഗോഗിൾസിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. നമുക്കിത് തരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഏഞ്ചൽസ് പറയുന്നവരെ ഇത് കണ്ണിൽ വെക്കരുതെന്ന്. ലുക്ക് വിത്ത് ലവ് അങ്ങനെയായിരുന്നു ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലവോട് കൂടെ നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് എല്ലാം ഹാർട്ട് ഷേപ്പിൽ കാണാൻ പറ്റും. ഇതുപോലെ. കോൺസേർട്ട് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത് ഇതാണ്, നമ്മുടെ യെല്ലോ സോങ്. നമ്മുടെ പരിപാടി തീർന്നപ്പോൾ 11 മണി. പക്ഷെ നമ്മൾ സമയം പോയതേ അറിഞ്ഞില്ലായിരുന്നു. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. തിരക്ക് കണ്ട് വണ്ടറടിച്ച് നിൽക്കുന്ന എന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ്സും സബ്വേ എല്ലാം ഫ്രീ ആയിരുന്നു. വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.